ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ടയിൽ നമ്മുടെ ബറക്കത്ത് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബെറോട്ട, ബിരിയാണി, അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട്. ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വരൂ ഗൈസ്. நீங்க என்ன பண்றீங்களா? இது சிக்கன் பிரியாணி. சிக்கன் பிரியாணி, ஆடா பிரியாணி, பாஸ்மதி ரைஸ். பாஸ்மதி ரைஸ். பிரியாணி எவ்வளோ? பிரியாணி 130. 130. சிக்கன் பிரியாணி, எக் பிரியாணி, காடை பிரியாணி, எம்டி பிரியாணி. இதோட சிக்கன் கொத்து, காடை கொத்து, முட்டை லாபா, சிக்கன் லாபா எல்லாமே இருக்கு. இப்போ எல்லாம் அவைலபிளா? இப்போ வந்து கொஞ்சம் அதெல்லாம் ஈவினிங் தான் போடுவோம். சப்பாத்தி, தோசை, அப்புறம் சிக்கன் லாபா, முட்டை லாபா எல்லாம் ஈவினிங். இப்போ பிரியாணி கொடுங்க. சிக்கன் பிரியாணி, காடை பிரியாணி, காடை பிரியாணி, അതോടെ വാഴയിലാണ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, കാട ബിരിയാണി ഇവിടെ വന്നേക്കാണ്. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ബിരിയാണി തുടങ്ങാം. ഇവിടെ എരിവ് ഗ്രേവി, ഇവിടെ സാദാ ഗ്രേവി. എരി ഗ്രേവി സാദാ ഗ്രേവിയാണ്. ഈ എരി ഗ്രേവിക്ക് എരിവ് കൂടുതലായിരിക്കും. നല്ല അടിപൊളി ബിരിയാണി ഗൈസ്. ചിക്കൻ പീസ്, ചിക്കൻ ലെഗ് പീസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനാണ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ് ഗൈസ്. നല്ല ചൂട് ബിരിയാണി. 12 മണിക്കാണ് ഇവിടെ കട തുറക്കുന്നത്. ഇവിടെ പൊറോട്ട, ഓർഡർ പൊറോട്ട. അപ്പം നമ്മളെ പൊറോട്ട ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പൊറോട്ട, ഈ ഏരിയയിലെ പൊറോട്ട ബോർഡർ പൊറോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ബസുമതി റൈസിലാണ് നമ്മുടെ ഈ ബിരിയാണി ചെയ്തേക്കുന്നത്. 130 രൂപയാണ് ഈ ബിരിയാണിയുടെ വില. ചിക്കൻ ബിരിയാണി 130 രൂപ. $130 നമുക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാം. നമുക്ക് ആദ്യം എരിവുള്ള ഗ്രേവി ഒഴിച്ചു നോക്കാം. നല്ല എരിവുള്ള ഗ്രേവിയാണ്. ചിക്കൻ പെപ്പർ, ചിക്കൻ പെപ്പർ. ഇപ്പൊ നമുക്കൊരു ചിക്കൻ പെപ്പർ ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെറോട്ട അയച്ചു നോക്കാം. കൊച്ചു ബെറോട്ടയാണ്. സൈസ് വളരെ ചെറുതാണ്. നല്ല നല്ല മുരിഞ്ഞ ബെറോട്ടയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ബെറോട്ടയാണ്. നമുക്ക് ബെറോട്ടയിലോട്ട് സാധാ ഗ്രേവി ഒഴിക്കാം.
ഇങ്ങനെ നല്ല കുഴച്ച് നമുക്കൊന്ന് കഴിക്കാം. നല്ല അടിപൊളി പൊറോട്ടയാണ്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. ഇനി നമുക്ക് കാട ബിരിയാണി കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ കാട ബിരിയാണി. കാട നല്ല കളറായിട്ടുണ്ട്. കാടയുടെ കാര്യം കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയാണ്. കാട നല്ലൊരു കുക്കായിട്ടുണ്ട്. നമ്മുടെ ഈ കാട ബിരിയാണിയും ചിക്കൻ ബിരിയാണിയിലും റൈസ് ഏതാണ്ട് സെയിം ടേസ്റ്റാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ചിക്കനാണ്, ഇതിൽ കാടയും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചിക്കൻ പെപ്പർ ഫ്രൈ. നമുക്കിവിടെ ചിക്കൻ പെപ്പർ ഫ്രൈ വന്നിട്ടുണ്ട്. നമുക്കത് ബിരിയാണിയിലൂടെ കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയാണ്. നല്ല ജ്യൂസിയാണ്. നല്ലൊരു കുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പെപ്പറാണ് ഇതിലേറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളത്. அண்ணா உங்க பேர் என்ன? அனி. ஃபுட் எப்படி இருக்கு? இங்க இருந்து தினம் சாப்பிடுவீங்களா? പിടിച്ചിരിച്ചാ? പിടിച്ചിரு. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു. നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കയറുക. നല്ല അടിപൊളി ഫുഡാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന കടയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം.